ഇന്ന് നമ്മളൊരു മനോഹരമായ സിൻഡ്രല്ല തീം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. ചെറുപ്പത്തിൽ നമ്മൾ കേട്ട ഒരു രാജകുമാരിയുടെ കഥ ഇന്ന് ആ മായാജാലം വീണ്ടും നമുക്കൊരു കേക്കിലൂടെ സൃഷ്ടിക്കാം. ഒരു ചെറിയ കുഞ്ഞ്, ഒരു വലിയ സ്വപ്നം. അവൾക്ക് പ്രിൻസസ് ആകണമെന്നായിരുന്നു ആഗ്രഹം. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സിൻഡ്രല്ലയായിരുന്നു. ആ സ്വപ്നം ഇന്ന് ഞാനൊരു കേക്കിലൂടെ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു ഈ കേക്ക്. അവർക്ക് വേണ്ടത് 2.5 kgയിൽ ഒരു 2 ടയർ ചോക്ലേറ്റ് ഫ്ലേവർ കേക്ക് ആയിരുന്നു. കേക്ക് റെഡിയായപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നി. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അവൾ എൻ്റെ ഫാമിലിയെയും ക്ഷണിച്ചിരുന്നു. ഈവനിങ് ആയിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ കേക്ക് കണ്ട് ആ കുഞ്ഞിൻ്റെ മുഖത്തുണ്ടായ സന്തോഷം അത് വാക്കുകളിൽ പറയാൻ കഴിയില്ല. കേക്ക് കട്ട് ചെയ്യുന്ന നിമിഷം ഒരു മേജിക്കൽ മൊമെൻ്റ് ആയിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ജോലിയല്ല, അത് ഒരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതാണ്. നിങ്ങൾക്കും ഇങ്ങനെയൊരു കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങും. കാരണം ഓരോ സ്വപ്നവും ഒരു ചെറിയ തുടക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കേക്ക് ലെയറുകളായി കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീമും ഫില്ലിങ്ങും കൊടുക്കാം. 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വലിയ കേക്ക് 9 ഇഞ്ചിലും ചെറിയ കേക്ക് 6 ഇഞ്ചിലുമാണ് ഉണ്ടാക്കാറുള്ളത്. കേക്കിൽ ഫില്ലിംഗ് ആയി കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റും ചെറിയുമാണ്. വാനിലറിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കേക്ക് ഡെക്കറേഷൻ എനിക്കൊരു ഹോബിയായിരുന്നു, പക്ഷേ ഇന്ന് ഇതെൻ്റെ പാഷനായി മാറി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് വീണ്ടും ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇതുപോലെയാണ് 2 ടയർ കേക്ക് ചെയ്യാറുള്ളത്. ഇതൊരു ഈസി മെത്തേഡാണ്. ബിഗിനേഴ്സിന് ഇതുപോലെ വളരെ എളുപ്പത്തിൽ 2 ടയർ കേക്ക് ചെയ്തെടുക്കാൻ കഴിയും. 2 ടയർ കേക്ക് ആയതുകൊണ്ട് സപ്പോർട്ട് സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് കേക്ക് മുഴുവനായി ഐസിങ് ചെയ്യാം. സിൻഡ്രല്ല തീം കേക്ക് ആയതുകൊണ്ട് തന്നെ കേക്ക് ഫുള്ള് ബ്ലൂ കളർ ക്രീമാണ് ഐസിങ് ചെയ്യാനായി എടുത്തത്. ഇനി സ്ക്രാപ്പർ ഉപയോഗിച്ച് സ്മൂത്തായി ഐസിങ് ചെയ്യാം. ഇത് സ്മൂത്തായി വന്നാൽ കേക്ക് കാണാൻ വളരെ വൃത്തിയായിരിക്കും. ഇനി നമുക്ക് കേക്കിന് ഒരു എലഗന്റ് ലുക്ക് കിട്ടാനായി ഒരു പെലറ്റ് നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്യാം. ഇനി നമുക്ക് ഒരു സിൻഡ്രല്ല കേക്ക് ടോപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പേര് വെച്ച് കൊടുക്കാം. പവിക എന്നാണ് മോളുടെ പേര്. അതിനുശേഷം കേക്കിൻ്റെ ടോപ്പിലായി ഒരു ക്രൗൺ വെച്ച് കൊടുക്കാം. സിൻഡ്രല്ല തീം ആയതുകൊണ്ട് ഇത് മെയിൻ ഹൈലൈറ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് എഡിബിൾ ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കാം. കാരണം ഓരോ കുഞ്ഞും ബട്ടർഫ്ലൈസ് ഇഷ്ടപ്പെടുന്നവരാണ്. പിങ്കും ബ്ലൂവും കളറിലുള്ള എഡിബിൾ ബട്ടർഫ്ലൈനെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കേക്കിൽ എഡിബിൾ ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ മോൾ ബട്ടർഫ്ലൈസിനെ എടുത്ത് കഴിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരും കേക്കിനെ പറ്റി നല്ല ഫീഡ്ബാക്കാണ് തന്നത്. നിങ്ങൾക്കും ഈ സിൻഡ്രല്ല കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.